ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയും ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്താ വെച്ചാൽ മനസ്സിലായില്ലല്ലോ, ജ്യൂസ് ഉണ്ടാക്കണം. ചെറിയ പണിയല്ലേ. എന്നിട്ട് നമ്മളിത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് പീസാക്കിയതാ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലിട്ടാലേ മിക്സിയിൽ നിന്ന് പുറത്തു, അതുകൊണ്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. ശേഷം ഇത് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചെടുക്കുക. പാലും ഇതിന് മുകളിൽ നല്ല കൂടാൻ പാടിയ അതേമാതിരി കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ആവശ്യം വരും. അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര കുറവാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പാലിൻ്റെ കാര്യത്തിലും അത് അടിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പാൽ വെച്ചെടുക്കാൻ മതി. പിന്നെ നമുക്കിതാ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതാണ് പണി. മിക്സിയിലിട്ട് ഞാൻ അത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒരു 3 പ്രാവശ്യം അടിക്കേണ്ടി വെച്ചാൽ വല്ല പാടില്ലാത്ത പണിയാണല്ലേ. ഇപ്പം എന്തായാലും ഞാനത് ഫസ്റ്റ് റൗണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ വലിയ പരന്ന പാത്രത്തിൽ വയ്ക്കേണ്ടി വരും. കാരണം വല്ലാതെ ആവശ്യമില്ലെങ്കിലും പരന്ന പാത്രത്തിൽ വയ്ക്കണത് നല്ലതാട്ടോ. തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ. ഞാൻ അത് ഫ്രീസറിലിരുന്ന് നേരെ എടുത്തിട്ട് ഒന്ന് കേക്ക് വെക്കുമ്പം തണുപ്പുണ്ടാവും. അതുകൊണ്ട് തണുപ്പൊക്കെ പോകാൻ വലിയ പാത്രം നല്ല. അങ്ങനെ ഞങ്ങളിതവിടെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് റെഡി ആക്കിയിട്ടുണ്ട് ജ്യൂസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.